ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ, ഞാനും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നൊരു കുഞ്ഞ് നൈറ്റ് വ്ളോഗ് ആട്ടോ. അപ്പോൾ ഞാൻ നേരെ കിച്ചണിൽ പോയിട്ട് ബാക്കി കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാ അമ്മ ചപ്പാത്തി ഉണ്ടാക്കുന്നത്. രാത്രി ഇവിടെ എല്ലാവരും എപ്പോഴും ചപ്പാത്തി ആയിരിക്കും കേട്ടോ. അപ്പോൾ രാത്രി ഇതാ ചപ്പാത്തി ഉണ്ടാക്കാൻ മാവൊക്കെ കുഴച്ചത് അമ്മ. അപ്പോൾ അമ്മ പരത്തിക്കൊണ്ടിരിക്കുക കേട്ടോ. എനിക്ക് സത്യം പറഞ്ഞാൽ ചപ്പാത്തി ഇഷ്ടമില്ലാത്തതാണ്. പിന്നെ എൻ്റെ വീട്ടിൽ ഞാൻ അങ്ങനെ ചപ്പാത്തിയൊന്നും കഴിക്കാറില്ല. പക്ഷേ ഇവിടെ വന്നതിന് ശേഷം, ചേട്ടൻ്റെ വീട്ടിൽ വന്നതിന് ശേഷം ചപ്പാത്തി കേട്ടോ. പിന്നെ അമ്മ ചപ്പാത്തി ചുടാൻ തുടങ്ങി. അങ്ങനെ ചുട്ടുകൊണ്ടിരുന്നപ്പോൾ ഞാൻ പിന്നെ സൈഡിൽ കൂടെ ചെന്ന് ഞാനിങ്ങനെ ചപ്പാത്തി ഒന്നും ചുടാറില്ല, കാരണം അത് ഇന്ത്യയുടെ ഭൂപടമായിപ്പോവും. പിന്നെ ഞാൻ ചുമ്മാ ചെന്ന് നിന്ന് മാവിൽ കുത്തി കളിച്ചുകൊണ്ടിരുന്നു. നെറ്റ് കൊണ്ടിട്ടിട്ട് പിന്നെ ഞാൻ പോയി. അപ്പോൾ പിന്നെ അമ്മ ചപ്പാത്തിയൊക്കെ ചുട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് നല്ല വലിയ ചപ്പാത്തി കേട്ടോ, ചെറിയ ചപ്പാത്തി ഒന്നും പകുതി കഴിച്ചാൽ തന്നെ വയറങ്ങ് നിറഞ്ഞോളും, അത്രയും വലിയ ചപ്പാത്തിയാണ് കേട്ടോ. അങ്ങനെ പിന്നെ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് അപ്പോൾ അമ്മ ചുട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം എൻ്റെ കുഞ്ഞുമണി എണീറ്റ്, അവളെ പിന്നെ ഉറക്കം എണീറ്റിട്ട് ഹോളിൽ കൊണ്ട് കിടക്കും. അപ്പം ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടുകൊണ്ടുള്ള ഷോ ആയിട്ടോ ഇത്. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഞാൻ നേരെ എൻ്റെ ഫുഡ് എടുക്കാൻ വേണ്ടിയിട്ട് അടുക്കളയിൽ പോയി കേട്ടോ. അങ്ങനെ ഞാൻ എൻ്റെ ഫുഡ് എടുത്തു. അപ്പോൾ പപ്പടം കണ്ടിട്ട് ആരും ഒന്നും തോന്നിപ്പോവരുത്, രാവിലത്തെ പപ്പടം കേട്ടോ ഇരുന്നത്. പിന്നെ ഞാൻ അത് എന്തിനാണ് വേറെ വേസ്റ്റ് ചെയ്യണമെന്ന് വെച്ച് പിന്നെ ഞാനത് വെച്ച് കഴിച്ച്. അപ്പോൾ കണ്ടിട്ട് ഇത്രയും വലിയ ചപ്പാത്തിയാണ്. ഞാൻ പകുതിയാണ് കൂടുതലും കഴിക്കുന്നത്. അങ്ങനെ ചേട്ടനും കഴിച്ചുകൊണ്ടിരിക്കുക. പിന്നെ ഞാൻ കുഞ്ഞിനെ ദേഹം തുടയ്ക്കാനുള്ള വെള്ളം ചൂടാക്കി കൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ വെള്ളം ചൂടാക്കി നേരെ മുറിയിൽ പോയി അവളൊക്കെ ഷീറ്റ് വിരിച്ച് അവളെ കിടത്തി ദേഹം തുടച്ചു കേട്ടോ. അങ്ങനെ നേരെ ഞാൻ ഡൈപ്പറിനെയൊക്കെ ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ ഞാൻ ഡൈപ്പറിനെയൊക്കെ ചേഞ്ച് ചെയ്ത് പിന്നെ ദേഹമൊക്കെ നല്ലപോലെ തുടച്ചു കൊടുത്തു കേട്ടോ വെള്ളം കൊണ്ട്. അങ്ങനെ തുടച്ചെത്തി. അപ്പോൾ അവൾക്ക് ക്യാമറ കണ്ടപ്പോൾ ഭയങ്കര ഒരു ഉത്സാഹം പോലെ കളിക്കാൻ. അങ്ങനെ ദേഹമൊക്കെ തുടച്ചു കൊടുത്ത് ഞാൻ നേരെ നല്ലതുപോലെ വെള്ളം കൊണ്ട് ദേഹമൊക്കെ തുടച്ചു കൊടുത്തു. അതായത് ഇന്നും രാത്രി ഇങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ ആ നേരെ ഒരിടത്ത് അടങ്ങി കിടക്കേയില്ല. പിന്നെ കളിച്ച് കിടന്നു. പിന്നെ ഒരു തുണി കൊണ്ട് ദേഹമൊക്കെ നല്ലപോലെ തുടച്ച് വൃത്തിയാക്കി കൊടുത്ത് അങ്ങനെ ഞാൻ ഡൈപ്പർ എടുക്കാൻ പോകാട്ടോ. അത് അങ്ങനെ ഞാൻ ഡൈപ്പറൊക്കെ എടുത്ത് അവൾക്ക് ഇട്ട് കൊടുത്തു. പിന്നെ ഭയങ്കര കളിയുടെ മൂഡിലായിരുന്നു കേട്ടോ ആള്. അങ്ങനെ കളിച്ച് അങ്ങ് മറിഞ്ഞപ്പുറത്ത് പോയി. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ നേരെ കൊണ്ട് കിടത്തി. പിന്നെ ഞാൻ അവർക്ക് ഗ്യാസിൻ്റെ മരുന്ന് രാത്രി കൊടുക്കും കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ മരുന്നൊക്കെ നേരെ കൊടുത്ത് അത് കഴിഞ്ഞ് പിന്നെ ഞാൻ കുറച്ച് പൗഡറൊക്കെ ഇട്ട് കൊടുത്ത്. രാത്രി അങ്ങനെ പൗഡർ ഇടാറില്ല, എന്നാലും ഇന്ന് കുറച്ച് കൂടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് കുറച്ചിട്ട് കൊടുത്തു. അങ്ങനെ പൗഡറൊക്കെ ഇട്ട് സൂപ്പറാക്കി. അത് കഴിഞ്ഞ് പിന്നെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇടാൻ വേണ്ടി പോട്ടെ. അങ്ങനെ ഡ്രസ്സൊക്കെ ഇട്ട് സെറ്റാക്കി. അങ്ങനെ ഡ്രസ്സ് ഡ്രസ്സൊക്കെ ഇട്ട് ക്യൂട്ടാക്കി കിടത്തി. അപ്പോൾ അവൾ ക്യാമറയിൽ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ, ഞാൻ എന്താണ് ചെയ്യണേന്ന് നോക്കിക്കൊണ്ട്. പിന്നെ
കുറച്ച് തുണികളുണ്ടായിരുന്നു കേട്ടോ മടക്കാൻ. പിന്നെ ആ തുണികളൊക്കെ മടക്കി, കുഞ്ഞിൻ്റെ തുണി ഉണ്ടായിരുന്നു, എൻ്റെ തുണിയൊക്കെ ഞാൻ കസാരയിലെടുത്ത് വെച്ചിരുന്നതായിരുന്നു. അങ്ങനെയായിരിക്കുമല്ലോ മിക്ക വീട്ടിലും ഒരു കസാര എപ്പോഴും ഒരു മുറി കാണുമല്ലോ. അങ്ങനെ പിന്നെ ആ മുറി കസാരയിൽ തുണികളെല്ലാം എടുത്ത് പിന്നെ മടക്കി വയ്ക്കാൻ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ചാച്ചാ ബൈ ബൈ, ഓക്കെ, സീ യു.